നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആ ചെക്കനെ ഇരുട്ട് പേടിയാ. ശ്യാമയാണെങ്കി പിന്നെ കറുപ്പും. കറുപ്പിനെ അല്ല പേടി, ഇരുട്ടിനെയാ. അല്ലെങ്കിലും അഖില് ശ്യാമയോട് എത്രയോ വട്ടം സ്നേഹത്തോടെ സംസാരിച്ചിരിക്കുന്നു. ആ സംസാരിക്കുന്നത് പോലെ അല്ലല്ലോ ഒരു റൂമിൽ ഒരുമിച്ച് ഉറങ്ങുന്നത്. നീ കാട് കയറി ഓരോന്ന് പറയാതെ ഒന്ന് അകത്ത് പോ ജയന്തി. ഓ ഞാനൊന്നും മിണ്ടുന്നില്ലേ. പിന്നെ ഞാൻ ഈ പറഞ്ഞതെല്ലാം നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ട്. ആ തള്ള ശ്യാമയെ അംഗീകരിക്കില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നെ പോലെ അതാരും വിളിച്ചു പറയുന്നില്ലെന്നേ ഉള്ളൂ. പിന്നെ അതെ, ഒന്നുകൂടി ആലോചിച്ചിട്ട് മതിയായിരുന്നു ഈ കല്യാണം. എത്താക്കൊമ്പത്ത് പിടിക്കാനുള്ള ശ്രമമായി പോയി. പിടി കിട്ടാതെ വീണുപോയാ പിന്നെ തീർന്നു. അവിടുന്ന് ഇറക്കി വിട്ട പെണ്ണ് വീട്ടിൽ വന്നിരിക്കും. ഭർത്താവ് ഉപേക്ഷിച്ച പെണ്ണിന് പുൽക്കൊടിയുടെ വില പോലും ഇല്ല. ഇവളെന്ത് പിന്നെ വേറെ കല്യാണം കഴിപ്പിച്ച് വിടാന്ന് വെച്ചാ രണ്ടാം കെട്ടായി പോയി. ജയന്തി, ഞാൻ നിന്നോട് പറഞ്ഞു. ഞാനൊന്നും മിണ്ടുന്നില്ലേ. കഷ്ടം. എന്നോട് ക്ഷമിക്കണം. ഒരിക്കലും ഇങ്ങനൊരു കല്യാണം ഞാൻ വിചാരിച്ചതല്ല. ഞങ്ങളൊക്കെ പാവ അമ്പലവാസികളാ. എന്നെ അഖിൽ സാറിനെയും കൂടി ചതിച്ചതാ. നിന്നെയും അഖിൽ സാറിനെയോ? അപ്പോ എന്റെ മോന്റെ പേരിന്റെ കൂടെ ചേർക്കാൻ പറ്റി നിന്നല്ലേ? അതിന്റെ അർത്ഥം എന്താ? എന്റെ കുടുംബത്തിലെ ഒരു അംഗമായി നീ എന്നാണോ? അയ്യോ അല്ല, എനിക്കങ്ങനെ ഒരു അവകാശവും വേണ്ട. ഈ വീടിന്റെ ഏതെങ്കിലും ഒരു കോലായില് ജീവിച്ചിരുന്നോളൂ ഞാൻ. എന്നെ വെറുക്കാതിരുന്നാ മതി. ഒരു തവണെങ്കിലും എന്നെ അനുഗ്രഹിച്ചാ മതി. എന്റെ 7 അയലത്ത് പോലും വന്നു പോകരുത് നീ. അമ്മേ, ക്ഷമ, എഴുന്നേക്ക്. ഇതിന് മാത്രം ഇവൾ എന്ത് തെറ്റാമേ ചെയ്ത്? ഞാൻ ഇവളെ കല്യാണം കഴിച്ചെങ്കിൽ അത് ഇവളുടെ തീരുമാനമല്ല, എന്റെ തീരുമാനം, എന്റെ അച്ഛന്റെ തീരുമാനം. നമ്മുടെ ഈ കുടുംബത്തിലെ എല്ലാവരും അംഗീകരിച്ച ഒരു കാര്യം അമ്മയ്ക്ക് കൂടി അംഗീകരിച്ചാൽ എന്താ? അംഗീകരിക്കില്ല. മരിക്കും വരെ ഇവളെ ഞാൻ അംഗീകരിക്കില്ല. ആ മോളെ, അച്ഛനാ. എന്റെ മോക്കവിടെ കുഴപ്പം വല്ലതും ഉണ്ടോ? ഒരു കുഴപ്പമില്ല അച്ഛാ. ആ, കുഴപ്പമൊന്നുമില്ല. ആരെങ്കിലും ആ വീട്ടിൽ ഇഷ്ടക്കുറവ് കാണിച്ചോ? ഏയ്, അത്രയ്ക്കൊന്നുമില്ല. പിന്നെ പ്രതീക്ഷിക്കാത്ത കല്യാണമായി പോയില്ലേ, അതിന്റെ ഒരു ഷോക്കുണ്ട് എല്ലാവർക്കും. അതൊന്ന് മാറ്റിയെടുക്കണം. കുഞ്ഞിനവിടെ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അച്ഛനെ വിളിച്ച് പറയണം കേട്ടോ. പറയാച്ച. വാസുട്ട, ഞാനും കൂടി. ആ മോളെ, അമ്മ ഫോൺ ചോദിക്കുന്നു. ഞാൻ ഫോൺ അമ്മയുടെ കൊടുക്കാം കേട്ടോ. ഹലോ മോളെ. അമ്മ വിഷമിക്കണ്ട കേട്ടോ, എനിക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. നിന്റെ ശബ്ദത്തിനെന്താ ഒരു ഇടർച്ച? ഒന്നുമില്ല, അമ്മയ്ക്ക് തോന്നുന്നതാ. 4-ാം ദിവസം കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു ചടങ്ങുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് വന്നാ പ്രശ്നാവോ? അമ്മ, അതൊക്കെ ഞാൻ പറയാം. ഇവിടെ വന്നു കയറിയതല്ലേ ഉള്ളൂ. എങ്ങനെയാവുന്ന നോക്കട്ടെ ഞാൻ. ഒരു കുഴപ്പമുണ്ടാവില്ല. അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്റെ കൃഷ്ണനെ മനസ്സിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഞാൻ. ഒക്കെ ഭഗവാൻ നോക്കിക്കോളൂ. നാളെ വിളിക്കാമേ. ആ ശരി. നിന്റെ ശബ്ദം കേട്ടപ്പോഴാ ഒരു സമാധാനായത്. മോള് വെച്ചോ. അമ്മേ, അവൾ എന്താ പറഞ്ഞ അമ്മേ?
അതെ, അവൾക്ക് അവിടെ ഒരു കുഴപ്പമില്ല. വെറുതെ ഇവിടെ ഓരോരുത്തർ പറഞ്ഞ് പേടിപ്പിച്ചതാ. ഞാനോ? കൊള്ളാലോ. എന്താ വരുന്നില്ലേ ഉറങ്ങാൻ? കേറി നിൽക്കണം. ഇവിടെ വന്നിട്ട് ഇതുവരെയൊന്നും കഴിച്ചില്ലല്ലോ. വിശക്കുന്നില്ലേ മോളെ നിനക്ക്? വിശപ്പൊക്കെ എപ്പോഴേ കെട്ടുപോയി. ഇപ്പം മനസ്സിലൊരു മരവിപ്പ. അതൊക്കെ മാറും. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ, ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാ. കുറെ പരീക്ഷണങ്ങൾക്കപ്പുറം നല്ലൊരവസ്ഥ ഉണ്ടാവും. അതിനിടയിൽ ആഹാരം കഴിക്കാതെ വയറിനെ പട്ടിണിക്കിടരുത്. വാ. ഇരിക്കെ. കഴിക്കും മോളെ. ദേ കഴിക്ക്. ജീവിതത്തിലുണ്ടാവുന്ന പ്രതിസന്ധികൾക്കെല്ലാം കരയാൻ കാരണം നോക്കിയിരുന്ന അതിനെ സമയം ഉണ്ടാവൂ. ആഹാരം കഴിക്ക്. ഞാൻ പോകുന്നു. എനിക്ക് ഒരു 100 കൂട്ടം ജോലിയുണ്ട് അവിടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.